ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് രാജ്. ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ ദുഃഖോലിയുടെ അന്ന് ഒരു സോളോ യാത്ര പോയിരുന്നു. 5 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. കർണാടക, മെല്ലുടുക്കി, ശൃംഗേരി, മുംബൈ, മൂകാംബിക. രാവിലെ പറവൂരിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമതിനടുത്ത് പ്രാർത്ഥിച്ചു മൂകാംബി അമ്പലത്തിനടുത്ത്. നേരെ അവിടുന്ന് കൊടുങ്ങല്ലൂർ അമ്പലം ലക്ഷ്യം. പക്ഷേ വഴിക്ക് തിരുവഞ്ചിക്കുളം അമ്പലത്തിൽ കയറി. തിരുവഞ്ചിക്കുളം എന്ന് പറഞ്ഞൊരു 2500 വർഷം പഴക്കമുള്ള അമ്പലമാണ്. അമ്പലം തൊട്ട് മുമ്പിലുള്ള ഈ തേവര തൊഴുകത്തോളം അമ്പലത്തിൽ കയറാൻ. ഈ അമ്പലത്തിൻ്റെ ഏതൊരു വശത്ത് പോകുന്ന റോട്ടിൽ വേറൊരു തേവരുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് വേണം നമ്മളിവിടെ നിന്ന് മടങ്ങാൻ. ഇതാണ് അമ്പലത്തിൻ്റെ ചരിത്രം. ഇവിടെ നിന്ന് നേരെ അത് കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ കയറി അമ്മേനെ തൊഴുതു. ഒരു ചായ കുടിച്ചു. ഒരു 4:45 മണിയായി. 3:30 ഇറങ്ങണമെന്ന് വിചാരിച്ചത്. പക്ഷേ തലേ ദിവസം ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് എന്നാലും 400 കിലോമീറ്റർ മുകളിൽ പോകാനുണ്ട്. അത് കാരണം വൈകിയാണ് ഇറങ്ങിയത്. NHൻ്റെ പണി നടക്കുന്നുണ്ട്. പല സ്ഥലത്തും റോഡ് അടുത്ത് നിന്ന് കുറച്ച് കഴിയുമ്പോൾ വലത്തോട്ട് മാറുന്നു, ഇപ്പോഴത്തെ അപ്രോച്ചോട് വരുന്നു. അപ്പോൾ അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് തൃപ്രയാരെത്തി. തൃപ്രയാരം അമ്പലത്തിൻ്റെ നടുവിൽ ചെന്ന് തൊഴുത ശേഷം തിരിച്ച് ഹൈവേയിലോട്ട് കയറി യാത്ര തുടർന്നത്. ഒറ്റയ്ക്കാണ് യാത്ര. അപ്പോൾ സോളോ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല ഒറ്റയ്ക്കാണെന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകാം. ചെറിയ ടെൻഷനുണ്ട് ഒറ്റയ്ക്കാണല്ലോ ദൂരം പോകണമെന്നുള്ളത്. അത് ആദ്യത്തെ ദിവസം മാത്രം ഉണ്ടാവും, പിന്നെ അത് യൂസ്ഡ് ആവും. ഇതാണ് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം. അവിടുന്ന് NHൻ്റെ പണികൾ കണ്ടുകൊണ്ട് യാത്ര തുടങ്ങി. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പൊന്നാനിയാണ്. പൊന്നാനി ചെന്ന് കഴിഞ്ഞാൽ ചമരോട്ടം പാലം വഴി മുന്നോട്ട് പോവാം. അവിടെ ഒരു ചായക്കടയുണ്ട്. പക്ഷേ നോമ്പായതുകൊണ്ട് മിക്കവാറും തുറക്കാൻ വഴിയില്ല. ഏതായാലും പൊന്നാനി ലക്ഷ്യമാക്കി തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് NHൻ്റെ മാരത്ത് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. മിക്കടുത്ത ഒരു ജംഗ്ഷൻ ഇല്ലാതെ തന്നെ പാലം വെച്ച് ആണ് അവർ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലൊരു ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിപ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് NHലൊക്കെ അവർ സിഗ്നലിൽ കൊണ്ടു വെക്കും. അപ്പോൾ അത്രയും ബ്ലോക്ക് ഉണ്ടാകും. NHൻ്റെ ഇമ്പോർട്ടൻസ് നടക്കുന്നില്ല. ഇവിടെ എല്ലാവരും ബൈപ്പാസ് ചെയ്ത് പോകും. ജംഗ്ഷൻസ് തന്നെ വളരെ കുറവാണെന്നാണ് പറയുന്നത്. 6 വരിയാണ്. എല്ലായിടത്തും റോഡുകൾ തീർന്നു. 2 വർഷം കൊണ്ട് നല്ല മാറ്റങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇപ്പോൾ ചുരുങ്ങിയ വർഷം എറണാകുളത്ത് നിന്ന് മംഗലാപുരം വരെ നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. അതൊരു ഭാഗത്തിൽ ഡിലേ ഉണ്ട് അക്യൂസേഷൻ്റെ ഒക്കെ. എന്നാലും അതും ഒരു 3 വർഷം കൊണ്ട് കേരളത്തിൽ 646 കിലോമീറ്റർ ആണെന്നാണ്. അത് കംപ്ലീറ്റ് കവറാവും. ഈ റോഡ് ഇവർ പണിയുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാണയുണ്ട്, പൈപ്പുകളും കാര്യങ്ങളും പോകാൻ. ഇപ്പോഴത്തെ ഡ്രെയിനേജിൻ്റെ കാണയുണ്ട്, അപ്രോച്ച് റോഡുണ്ട്. അത് കഴിഞ്ഞാൽ 2 സൈഡിലും 3 വരി പണിതുണ്ട്. ഇതേപോലെ തന്നെ അപ്രോച്ച് റോഡും വെള്ളം പോണ ഡ്രെയിനേജ്, പിന്നെ നമ്മളുടെ കണക്ടിവിറ്റി പൈപ്പുകളും ഇതെല്ലാം പാസ് ചെയ്യാനുള്ള ഒരു കാണയും കൂടിയുണ്ട്. അങ്ങനെയാണ് ഇത് പണിത് പോയിരിക്കുന്നത്. ഇതിലേറ്റവും ഇപ്പോൾ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, പൻവേൽ മുതൽ കന്യാകുമാരി വരെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് കേരളത്തിൽ കൂടിയാണ്. രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. മാത്രമല്ല അവധി ദിവസം കൂടിയല്ല, ദുഃഖവെള്ളിയാണല്ലോ. പലയിടത്തും ഒരു പാലത്തിൻ്റെ പില്ലേഴ്സ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ തന്നെ വെച്ച് കഴിഞ്ഞു. ഇനി അതിന് മുകളിൽ വർക്ക് തുടങ്ങും. അതിലിവിടെ ഇൻ്റർലോക്കിങ് ചെയ്തിട്ട് അത് മണ്ണിട്ടായിരിക്കും. ഇൻ്റർലോക്ക് ചെയ്തിട്ട് ഒരു ഷീറ്റ് വെച്ച് സ്ക്രൂ ചെയ്യും. അപ്പം അതിലൂടെ മണ്ണ് പോകാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ടാണ് മണ്ണിട്ട് അവർ പാലത്തിലോട്ടുള്ള റോഡുകൾ സെറ്റ് ചെയ്യുന്നത്.
ഈ ഏരിയയിലൊക്കെ റോഡ് 6 വരെ ആയി കഴിഞ്ഞു. പക്ഷെ കുറച്ച് ദൂരം ഉള്ളൂ, 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പക്ഷെ ഉള്ളത് മനോഹരമാണ്, നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു 7 മണിയൊക്കെ ആയതുകൊണ്ട് ചൂടങ്ങനെ അത്ര ആയിട്ടുമില്ല. ഇങ്ങനെ ആയിരിക്കും പണി കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിൻ്റെ അവസ്ഥ. പാലത്തിൻ്റെ സൈഡിൽ വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു പോകണം. നല്ലൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് തന്നെയാണ്. ശരിക്കും 25 വർഷത്തേക്കും ചേഞ്ചസ് വേണ്ടെന്ന രീതിയിൽ തന്നെ അവർ പ്ലാൻ ചെയ്ത് കൊണ്ടിരുന്നത്. റോഡിൽ ഒരു മിക്ക സ്ഥലത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് ക്യാമറയായിട്ട് ഇലക്ഷൻ സ്കോഡുണ്ട്. പൈസ 50,000 മുകളിൽ കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോകണമെങ്കിൽ ബാങ്കിൽ നിന്ന് നോട്ട് വേണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി ക്യാഷ് ട്രാൻസ്ഫർ ആവുന്നുണ്ട് എന്നൊരു തോന്നൽ കാരണം അവരങ്ങനെ ചെക്കിങ് ഉണ്ട്. ഇത് തിരൂര് ഉള്ളൊരു അമ്പലമാണ്, ഒരു ഉത്സവം നടക്കുകയായിരുന്നു. ഇതാണ് അതിനിടയിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ റോഡെന്ന് പറയും. പൊന്നാനിയിൽ ശരിക്കും പൊന്നാനിയിൽ നിന്ന് ഒരു ആൾക്കാർക്ക് വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ റോഡ് കൂടിയാണ്. സൈഡിൽ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആ റോഡ് അതിൻ്റെ കർമ്മ റോഡ് എന്നവർ പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇടത്തോട്ട് തിരിഞ്ഞാൽ കയറുന്നതാണ് ചമ്മറവട്ടം പാലം. ഇതാണ് ചമ്മറവട്ടം പാലം. ഉപ്പ് ഉള്ള സമയത്ത് ബണ്ട് ക്രോസ് ചെയ്തിട്ട് ഉപ്പിൻ്റെ വരവിനെ അവർ പ്രതിരോധിക്കുന്നുണ്ട്. അതാണ് ഈ ബണ്ടിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ പരപ്പനങ്ങാടി പോകുന്ന വഴിയിലെ റെയിൽവേ ലൈനിൻ്റെ സൈഡിൽ കൂടെ റോഡ് നല്ലൊരു അനുഭവമുള്ള റോഡാണ്. പ്രത്യേകിച്ച് കാലത്തായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ചൂട് ആയി തുടങ്ങിയിട്ടില്ല. ഇവിടെ ഉദ്ദേശം തന്നെ മാക്സിമം കവർ ചെയ്യുക ചൂടിന് മുമ്പായിട്ട്. ഇത് കടലുണ്ടി പാലോണി കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ റെയിൽവേ പാലത്തിലാണ് ഒരു കാലഘട്ടത്തിൽ ട്രെയിൻ മറിഞ്ഞ് ഒരുപാട് മരിച്ചത്. പാലത്തിൽ നിൽക്കുമ്പോൾ ഒരു രംഗം കണ്ടു, ഒരാൾ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വലി വീശുന്നു. അതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം താഴെ നിന്ന് വലി വീശ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരു കൗതുകത്തിൻ്റെ കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മലപ്പുറം ജില്ല ക്രോസ് ചെയ്ത് കോഴിക്കോട് കയറണം. കോഴിക്കോടിൻ്റെ ഹൈലൈറ്റ് ടവറും ഫ്ലാറ്റുകളൊക്കെ കാണുന്നത്. അവിടെയും ബൈപ്പാസിൻ്റെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി തീരാനുണ്ട്. അങ്ങനെ വടകര കഴിഞ്ഞ് വടകര ലോകനാർക്കാവിലെത്തി. തച്ചോളി ഉദയനൻ വന്ന് എന്നും തൊഴുതിരുന്ന ലോകനാർക്കാവ്. ഇവിടെ കയറുമ്പോൾ നമുക്ക് മുണ്ടെടുക്കണമുണ്ട്, പാൻറ്റിട്ട് കയറ്റില്ല. അപ്പോൾ ആദ്യം ദേവിയുടെ അമ്പലമാണ്, താഴെ ശിവൻ്റെ അതിൻ്റെ താഴെയായിട്ട് കൃഷ്ണൻ്റെ അമ്പലമാണ്. ഇതാണ് ഈ അടുത്ത് ഓപ്പണായിട്ടുള്ള മാഹി കണ്ണൂർ 31 കിലോമീറ്ററുള്ള ബൈപ്പാസ്. ബൈപ്പാസിന് പ്രത്യേകത നമ്മൾ 25 മിനിറ്റ് കൊണ്ട് മുഴപ്പിലങ്ങാട് എത്തണം. തലശ്ശേരി പിന്നെ ചിന്തിക്കുക കൂടെ, തലശ്ശേരി അടിയിലാണ്. എല്ലായിടത്തും എക്സിറ്റ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടോളിൻ്റെ ഈ ബൂത്ത് ഇത്തിരി ചെറുതായിട്ട് തോന്നി. ചിലപ്പോൾ റോഡ് കംപ്ലീറ്റ് ആകുമ്പോൾ ടോൾ എടുത്ത് കളയുമായിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുഴപ്പിലങ്ങാട് ആണ് ലാൻഡ് ചെയ്യണത്. അവിടെ നിന്നൊരു 400 മീറ്റർ പോയിട്ട് അടുത്തോട്ട് 1.5 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ മുഴപ്പിലങ്ങാട് ബീച്ചായി. കേരളത്തിലെ ഏറ്റവും നല്ല ബീച്ചുകളിലൊന്നാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് കൂടിയാണത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന എത്ര വെളുപ്പിനായാലും നമ്മളിവിടെ എത്തുമ്പോഴേക്കും നട്ടുവെച്ച സമയം. അതുകൊണ്ട് വൈകുന്നേരം ഇതുവരെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആൾക്കാർ ഇവിടെ നിന്ന് വളരെ ലൈവ്ലിയാണ് വൈകുന്നേരം. കാരണം തുറന്നാൽ ചൂടില്ല. ഇത് പഴയ ബ്രിട്ടീഷ് പാലമാണ്. നമ്മൾ വള്ളപ്പട്ടണം പുഴയും കടന്ന് പിന്നെ നമ്മൾ ലക്ഷ്യമാക്കി പോകുന്നത്, അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ബേക്കൽ ഫോർട്ടാണ്. ആ ബേക്കലിൽ എപ്പോഴും ഇവിടെ കയറിയേക്കൊണ്ട് കയറുന്നില്ല. പിന്നെ ഈ കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക്കൽ ടോറസാണ്. ഇപ്പോൾ കാസർഗോഡ് എത്തുമ്പോൾ വള്ളൂർ ഒരു അമ്പലമുള്ളത്. അവിടെയും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 3:30-4 മണിയൊക്കെ എത്തി. അപ്പോൾ അമ്പലത്തിൻ്റെ ഭംഗി, തൂണുകളുടെ ഭംഗിയായിട്ട് വീഡിയോയിൽ കവർ ചെയ്താണ്. ഉത്സവം അവിടെ കഴിഞ്ഞുള്ളൂ. പിന്നെ ഈ ഒരു പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കൽ മലകളാണ്. അത് പൊട്ടിച്ചിട്ടാണ് ഇവർ ഈ റോഡിനുള്ള ചെങ്കൽ പൊടിയൊക്കെ എടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു 3 കിലോമീറ്ററോളം 6 പണി തീർന്നിട്ടുണ്ട്. കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
മംഗലാപുരത്തു നിന്നൊരു 55 കിലോമീറ്റർ ഉടുപ്പിയിൽ സ്റ്റേ ചെയ്യാനാണ് ആദ്യത്തെ ദിവസം നമ്മുടെ പ്ലാൻ. ഏകദേശം ഒരു 480 കിലോമീറ്റർ ആവും. അപ്പോൾ ധർമ്മസ്ഥലക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ 3:30 മണിക്ക് എങ്കിലും എത്തണമെന്ന് കാസർഗോഡ് എത്തിയപ്പോഴേക്കും ബേക്കൽഫോർഡ് എത്തിയപ്പോൾ തന്നെ 5:30 മണിയായി. പിന്നെ ഇവിടുന്ന് 107 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ബദിയടുക്ക പെരള വഴി പോയ റോഡ് അത്ര നിശ്ചയില്ല, ഇതുവരെ പോയിട്ടുമില്ല. അത് കാരണം ആ ധർമ്മസ്ഥല കട്ട് ചെയ്തിട്ട് നേരെ ഉടുപ്പിയാക്കി. ഇത് മംഗലാപുരം ടോളാണ്, കേരളം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കന്നഡയാണ്. പോകുന്ന വഴി മംഗലാപുരം കഴിഞ്ഞ് പോകുമ്പോൾ കാണുന്നൊരു അമ്പലമാണ്. അവിടെ ഉത്സവമായിരുന്നു. അവിടെ കുറച്ച് നേരം നിർത്തി. കാണുന്ന ഉടുപ്പിലോട്ടുള്ള ടോളാണ്. ഇവിടെ ഇത് ഫസ്റ്റ് ഭാഗം അവസാനിക്കും.